ജോലി കഴിഞ്ഞിങ് വന്നപ്പോഴൊക്കാതെ പോയി ഓമനെ. മുമ്പു നാം പാർത്തൊര പച്ചയാ വീടിന്റെ ഉമ്മറത്തോളം കളിച്ചു മാമ്പൂവിൽ ഞാൻ. പത്തിവിടർത്തുന്ന ചെമ്പകപ്പൂമണം കൊട്ടച്ചെടികളിൽ ചുറ്റിപ്പിണയവേ. കഥ എഴുത്തുകാർ, കവിത എഴുത്തുകാർ മാത്രമല്ല, എല്ലാ ഇനത്തിലും പെട്ടവർ. തെയ്യം കലാകാരനുണ്ട്, ആർട്ടിസ്റ്റ് ഉണ്ട്, പാട്ടുകാരുണ്ട്. അവരൊക്കെ എങ്ങനെ ഈ മേഖലയിലേക്ക് എത്തി, കല എങ്ങനെ നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടു എന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത്. അതിൻ്റെ ഒരു അന്വേഷണം മാത്രമാണ്. എത്രമാത്രം പ്രസക്തമായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത്. എഴുതി തെളിഞ്ഞ അറിയപ്പെടുന്ന എഴുത്തുകാരെയും അതുപോലെ നമ്മുടെ കഥകളും കവിതകളും ലേഖനങ്ങളും അപ്പുറത്ത് നമ്മുടെ മേഖലയിൽ വ്യത്യസ്തങ്ങളായ കഴിവ് തെളിയിച്ച വ്യക്തികളെ കുറിച്ചടക്കം ഒരു കഥാരൂപത്തിൽ, അവരുടെ ഒരു ആത്മകഥ എന്ന രൂപത്തിലോ അല്ലെങ്കിൽ അവരുടെ ചരിത്രം എന്ന രൂപത്തിലോ അല്ല, മറിച്ച് ഒരു കഥ വായിക്കുന്നത് പോലെ വായിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കൊച്ചു പുസ്തകമാണ് എന്നിവിടെ പ്രകാശിപ്പിക്കുന്നത്. തത്തകൾ അത്തിയെ പാണനായി മാറ്റി മൈനകൾ ഉന്നിൻ പുറത്തു പറന്നു മന്ദാരങ്ങൾ പൊന്നിച്ചിലങ്ക കിലുക്കി തകരകൾ. അല്ലെങ്കിൽ എന്താ സീനിയറായിട്ടുള്ള ആൾക്കാരുടെയോ എഴുത്തിന്റെ ഒരു പുസ്തകം, എഴുതുന്നവരുടെ ഒരു പുസ്തകം, ഒരു കേവലം ഒരു ഡയറക്ടറി എന്നതിൻ്റെ അപ്പുറത്ത് അല്ലെങ്കിൽ അവരുടെ ഒരു ചരിത്രം എന്നതിൻ്റെ അപ്പുറത്ത് എഴുത്തുകാരുടെ സർഗാത്മകമായ വിശേഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പുനഃസൃഷ്ടി എന്ന് പറയാവുന്ന ഒരു പുസ്തകത്തെ ഞാൻ അതിൻ്റെ ആഴത്തിലേക്ക് പോയിട്ടില്ല. പ്രകാശം ഭാഷ